982 നടന്നൊരു സംഭവമാണ്. സ്വന്തം വീടിന്റെ മുറ്റത്ത് റിപ്പയർ ചെയ്യാണ്ടിരുന്ന കാറിനിടയിൽ ഒരു പയ്യനിരുന്ന് കളിക്കായിരുന്നു. പെട്ടെന്ന് ജാക്ക് സ്ലിപ്പായി പയ്യന്റെ മുകളിലേക്ക് കാറ് വീണു. ഇത് കണ്ടോണ്ടിരുന്ന അമ്മ ഓടിച്ചെന്ന് 1500ഓളം കിലോ ഭാരമുള്ള ആ കാറ് പൊക്കി ഉയർത്തി സ്വന്തം മോനെ രക്ഷിക്കുന്നു. നമ്മുടെ ലൈഫിലും ഇതുപോലെ പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടാവും. അയ്യോ പാമ്പ് എന്നാര് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെക്കാൾ ഹൈറ്റിൽ ഉയർന്ന് ചാടിയതും, പണ്ട് പട്ടിയെ കണ്ട് പേടിച്ച് 100-110 ഓടിയതും, നമ്മളെക്കാൾ വലിയ മതിലേക്ക് ചാടിക്കിടന്നതും, അങ്ങനെ പലതരത്തിലുള്ള സൂപ്പർ ഹ്യൂമൻ എക്സ്പീരിയൻസസ്. അപ്പോൾ എന്താണ് ഇതിന്റെ വലിയ റെസ്പോൺസ്? ലെറ്റ്സ് ഡീകോഡ് സിമ്പതറ്റിക് റെസ്പോൺസ് ഓർ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മെക്കാനിസം. നമ്മുടെ ചുറ്റും എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ഓർ ഡേഞ്ചർ ഉണ്ടെന്ന് നമ്മുടെ ബോഡി സെൻസ് ചെയ്താൽ അപ്പം തന്നെ നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാല എന്ന് പറയുന്ന സെന്റർ ആക്ടിവേറ്റ് ആവുകയും ഈ അമിഗ്ഡാല ഹൈപ്പോതലാമസിന് ഒരു സിഗ്നൽ കൊടുക്കുകയും ചെയ്യും. ഈ ഹൈപ്പോതലാമസ് നമ്മുടെ ബോഡിയിലെ സിമ്പതറ്റിക് നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ സിമ്പതറ്റിക് നെർവ്സ് പോയിട്ട് നമ്മുടെ കിഡ്നിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അഡ്രീനൽ ഗ്ലാൻഡിനോട് അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ പോലുള്ള ഹോർമോൺസിനെ സെക്രറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് കൊടുക്കുകയും ചെയ്യും. ഈ രണ്ട് ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡിനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് എക്വിപ്പ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് നമ്മുടെ ബോഡിയിലെ ഹാർട്ട് റേറ്റ് കൂടും, ബ്രീത്തിങ് റേറ്റ് കൂടും, മസിൽസ് സ്റ്റിമുലേറ്റ് ആവും, സഡൻ ഗ്ലൂക്കോസ് റിലീസ് ഉണ്ടാവും, പ്യൂപ്പിൾസ് ഡയലേറ്റ് ആവും, ഡൈജഷൻ സ്ലോ ആവും, അങ്ങനെ പലതരത്തിലുള്ള ചേഞ്ചസും സംഭവിക്കും. പണ്ട് മനുഷ്യനെ വന്യജീവികളിൽ നിന്നും പല ആപത്തുകളിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരുന്ന അതേ മെക്കാനിസമാണ് നമുക്കിന്ന് എക്സാം ഹാളിലും ഇന്റർവ്യൂ റൂമിലും ഒക്കെ പാനിക് ഉണ്ടാക്കി തരുന്നത്. സോ നൗ യു നോ ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഫോളോ മീ ഫോർ സച്ച് ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റ്സ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്യൂരിയസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.